ആർ.എസ്.എസിന്റെ നേതാക്കന്മാരെ കാണാൻ പല തവണ പോയ ആൾക്കാരെ സ്വീകരിച്ച് ആനയിച്ചും സംരക്ഷിച്ചും പിടിക്കുന്ന നിങ്ങളാണല്ലോ കർശന നടപടി എടുക്കുന്നവർ. അതുകൊണ്ടാണ് അമ്പലത്തിൽ കൊണ്ട് വർഗീയ പൂക്കളിട്ടതിന് കേസെടുത്തത്. നിങ്ങൾ കേട്ട് കണ്ടില്ലേ? അത് വായിച്ചില്ലേ? എവിടെയാണ് കൊണ്ട് വർഗീയ പൂക്കളിട്ട് രണ്ടു ദിവസമായിട്ട് കുറ്റെടുപ്പ് വിളിക്കുന്നുണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നത് ഇതാണ്. അതിന് സുരേഷ് ഗോപി നിലവിളിക്കുന്നത് കേട്ടില്ലേ? ഞാൻ ചോദിക്കുന്നത് ഇതാണ്. നിങ്ങൾ ആർ.എസ്.എസിന്റെ നേതാക്കന്മാരെ കണ്ടവർക്കെതിരെ നടപടി എടുക്കാൻ പ്രത്യേക നിയമം വേണോ? അങ്ങനെ ഒരു നിയമമുണ്ട്. എസ്.ഡി.പി.യുടെ നേതാവിനെ കണ്ട നടപടി നാട്ടിലുള്ളത്. എസ്.ഡി.പി.യുടെ നേതാവിനെ എസ്.ഡി.പി.ഐ ആർ.എസ്.എസ് ഒന്നാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ കണ്ട ഉദ്യോഗസ്ഥരെ പ്രധാനപ്പെട്ട ചുമതലയിൽ മാറ്റാൻ നിങ്ങൾക്ക് പവറില്ലേ? അല്ല, നിങ്ങൾക്ക് പവറില്ലേ? അയാൾ ആർ.എസ്.എസിന്റെ വർഗീയവാദികളെ കണ്ട ആൾക്കാരെ പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് മാറ്റാനുള്ള പവറില്ലേ പിണറായി വിജയന്? നടപടിയല്ല, പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് കളയണ്ടേ? പ്രധാനപ്പെട്ട പദവിയിൽ നിന്ന് മാറ്റാനുള്ള പവറില്ലേ? ജമാഅത്ത് ഇസ്ലാമിയുടെ അമീറിനെ കണ്ട് നിങ്ങൾക്ക് പിടിക്കുന്നില്ലെങ്കിൽ ആ പദവിയിൽ നിന്ന് മാറ്റാൻ, അപ്രധാനമായ പദവിയിലേക്ക് ഉദ്യോഗസ്ഥരെ മാറ്റാനുള്ള പവറില്ലേ? അപ്രധാനമായ പദവിയിലേക്ക് മാറ്റാൻ പറ്റില്ല. അപ്രധാനമായ പദവിയിലേക്ക് മാറ്റാൻ പറ്റില്ല. ലോകാവസാനാണോ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ പറയുന്നതിനോട് യോജിപ്പില്ല. അമീറിനെ കണ്ട പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാണ്? ഏത് ഉദ്യോഗസ്ഥനാണ് അമീറിനെ കണ്ടത്? കാണാൻ പാടില്ല. നിയമമില്ലെന്ന്. അപ്പൊ ആർ.എസ്.എസിനെ കാണാം. ആർ.എസ്.എസിനെ കാണാം. അല്ലല്ല, ഈ ജമാഅത്തെ ഇസ്ലാമിയെ ചാരി ആർ.എസ്.എസിനെ കണ്ടോട്ടെ ഉദ്യോഗസ്ഥൻ എന്നല്ലേ അനിൽകുമാർ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കൾ പറയുന്നത്? അല്ല, ജമാഅത്തെ ഇസ്ലാമിയെ ചാരിയിട്ട് ആർ.എസ്.എസിന്റെ ഓഫീസിൽ പോയിക്കോട്ടെ ഞങ്ങളുടെ പ്രധാന ഉദ്യോഗസ്ഥർ എന്നല്ലേ CPIM-ന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് സംസ്ഥാന കമ്മിറ്റി അംഗമായ താങ്കൾ പറയുന്നത്? പോയി ഒരുപാട് പോയി കേട്ടോ താങ്കൾ. ഞാൻ പറയാണ്, താങ്കൾ പോയി ഒരുപാട് പോയി. അല്ല, ആർ.എസ്.എസിന്റെ ഓഫീസിൽ പോയിക്കോട്ടെ എന്നല്ലേ CPIM നേതാവായ താങ്കൾ പറയുന്നത്? പോകാൻ പാടില്ല, നിയമമില്ലെന്നാണോ? നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിക്കാരെ എങ്ങനെ കേൾക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിപ്പോ താങ്കൾ എന്ത് പറഞ്ഞോളൂ. എന്റെ ചോദ്യം ഇതാണ്, ആർ.എസ്.എസിന്റെ ഓഫീസിൽ പോയ ഉദ്യോഗസ്ഥനെ ഞങ്ങളുടെ സർക്കാരിന്റെ കീഴിൽ പ്രധാന ചുമതലയിൽ വേണ്ട, അയാൾ ഏതെങ്കിലും അപ്രധാനമായ പദവിയിൽ പോട്ടെ, വല്ല കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ പോയി ഇരിക്കട്ടെ എന്ന പൊളിറ്റിക്കൽ ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ? അതിന് ഏത് നിയമമാണ് വേണ്ട? നിങ്ങൾക്ക് ഏത് നിയമമാണ് വേണ്ട? അതിന് അത് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. നമ്മുടെ രാജ്യത്തിനകത്ത് വ്യക്തികളെന്ന നിലയ്ക്കോ സംഘടനാ നേതാക്കളെന്ന നിലയ്ക്കോ നിരോധിക്കപ്പെടാത്ത സംഘടനാ ഭാരവാഹികളെ ആരെങ്കിലും നിങ്ങൾക്കിപ്പോ അങ്ങനെയാണ്. നിങ്ങൾക്കിപ്പോ ആർ.എസ്.എസ് ഒക്കെ നിരോധിക്കപ്പെടാത്ത ഒരു സംഘടനയാണല്ലോ. ആർ.എസ്.എസ് നിരോധിക്കപ്പെടാത്ത സംഘടനയാണല്ലോ, പിന്നെ ആർ.എസ്.എസുമായിട്ട് ആകാം എന്ന മട്ടിലേക്കൊക്കെ എത്തിയല്ലോ നിങ്ങൾ. കഷ്ടം, പരമകഷ്ടമാണിത്. ആർ.എസ്.എസ് നിരോധിക്കപ്പെട്ടിട്ടില്ലല്ലോ, ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുള്ളൂ. അങ്ങനെയാണോ ഒരു നിലപാട് CPIM സ്വീകരിക്കേണ്ടത്? നിഷാദരാമത്തിലുള്ള ഒരു കാര്യം ഞാൻ ആദ്യം പറയാം. ഈ ഒരു ഫോൺ ഒരു സംഭാഷണത്തിന് വിളിച്ചാൽ എടുക്കുന്നതിന് കാരണം നിങ്ങളത് മര്യാദയ്ക്ക് പെരുമാറുമെന്ന് കരുതിയിട്ടാണ്. ഞാൻ പറയുന്ന ഒരു വാചകം വളച്ചൊടിച്ചിട്ട് തിരിച്ചുകൊണ്ട് അടിക്കാനാണെങ്കിൽ വേറെ പണി നോക്കണം. നിങ്ങൾ ഈ പണിക്ക് ഇരിക്കരുത്. എന്താണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് കേൾക്കാനാണ് വിളിക്കുന്നതെങ്കിൽ അത് വെച്ചിട്ട് രാവിലെ വേറെ പണിയായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ പറയുന്നത് വളരെ സൗമ്യമായിട്ട് പറയുന്ന കാര്യമാണ്. ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു എന്താണ് വർഗീയ പൂക്കൾ ഇട്ടപ്പോൾ കേരള പോലീസിന്റെ നിലപാട്. ആ നിലപാട് കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പറയുന്നതിൽ ഭരിക്കാൻ സൗകര്യപ്പെടുകയല്ല. അതിനല്ല കേരള സർക്കാർ അത് ഇവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു വാചകം പറഞ്ഞാൽ ഉടനെ അതിന്റെ അങ്ങേയറ്റത്ത് പോയിട്ട് വർഗീയവൽക്കരിക്കുന്ന തരത്തിൽ ഞങ്ങൾക്കല്ലേ ഈ പണിയായിട്ട് ഇറങ്ങിത്തിരിക്കരുത്. ഇത് മര്യാദകേടാണ്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്ന. അപ്പൊ എന്റെ ചോദ്യം, ഞാൻ മൗലികമായ ചോദ്യത്തിലേക്ക് വരട്ടെ. മുഖ്യമന്ത്രിക്ക് താങ്കൾ രാഷ്ട്രീയ താല്പര്യം ആരോപിക്കും. ഞാനിപ്പോ ഒരു ഫോൺ വിളിക്കുമ്പോ ഞങ്ങൾ പ്രതികരിക്കാൻ തയ്യാറായിട്ടുണ്ടേ. ഇതാണ് പരിപാടി. നിങ്ങളെ കൊണ്ട് അനിൽകുമാർ പ്രതികരിക്കാൻ താങ്കൾ തയ്യാറാവുന്നു എന്നതിനെ ഞാൻ വാല്യൂ ചെയ്യുന്നു. നിങ്ങളെപ്പോലൊക്കെ ഉള്ളവരെ എങ്ങനെ വിശ്വസിക്കുക? നിങ്ങളോടൊക്കെ സംസാരിക്കാൻ ഭയമാകുന്നു.